കാർ അപകടത്തിൽ ജീന മരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവൾ കണ്ണു തുറന്നു. ശരിക്കും ജീന ഒരു വാമ്പയറാണ്. ഈ ഹോസ്പിറ്റലിൽ ഇവളെ കൂടാതെ മറ്റ് വാമ്പയേഴ്സ് ഉള്ളതായി അവൾക്കറിയാമായിരുന്നു. അതിനാൽ ഹോസ്പിറ്റലിൽ കിടന്നുകൂടാനായിട്ടാണ് അവൾ വണ്ടിക്ക് വട്ടം ചാടിയത്. ഹോസ്പിറ്റൽ റെക്കോർഡ് ചെക്ക് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഒരു ഡോക്ടർ റൂമിലേക്ക് വന്നു. ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മെയിൽ നഴ്സ് ഡോക്ടറിനോട് പറഞ്ഞു. പക്ഷേ അവളുടെ ഡെഡ് ബോഡി ബെഡിൽ കാണുന്നില്ല. ഇതൊക്കെ കണ്ട് മെയിൽ നഴ്സ് ഒരുപാട് ഭയപ്പെടുകയാണ്. ഡോക്ടർ തന്റെ യജമാനന് ഡിന്നറിനായിട്ട് മനുഷ്യനെ ഉടൻ തന്നെ കണ്ടെത്താനായിട്ട് മെയിൽ നഴ്സിനോട് ആവശ്യപ്പെട്ടു. ജീന ബെഡിന്റെ അടിയിൽ ഒരു വവ്വാലായിട്ട് രൂപമാറ്റം ചെയ്ത് ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പോയ ശേഷം ജീന വീണ്ടും റെക്കോർഡ് തിരിയാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആശുപത്രി നിയന്ത്രിക്കുന്ന വാമ്പയറിന്റെ ഡീറ്റെയിൽസ് കിട്ടി. ഇതേ സമയം മെയിൽ നഴ്സ് തിരികെ വന്നപ്പോൾ ജീനയുടെ ഡെഡ് ബോഡി നേരത്തെ കിടത്തിയ ബെഡിൽ തന്നെ കിടക്കുന്നത് കണ്ട് അവൻ ഒരുപാട് പേടിച്ചു പോവുകയാണ്. മെയിൽ നഴ്സ് തിരികെ ഡോക്ടറിനെ വിളിക്കാൻ പോയപ്പോൾ ജീനയുടെ ഫ്രണ്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നു. മെയിൽ നഴ്സ് തിരഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും ജീന അപ്രത്യക്ഷയായി. ഇതൊക്കെ കണ്ട് ആകെ ഭയന്ന് അയാൾ ഡോക്ടറിനെ വിളിക്കാനായിട്ട് ഫോൺ ഡയൽ ചെയ്തപ്പോൾ ജീന ഒരു വവ്വാലായി മാറി അവളുടെ ഫ്രണ്ടിന്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് കയറി. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ ഇറങ്ങിയ ശേഷം അവൾ വീണ്ടും മനുഷ്യരൂപം സ്വീകരിച്ചു. എന്നിട്ട് അവൾ അവരുടെ സംഘടനയിൽ പോയി ഹോസ്പിറ്റലിൽ ഒരു വാമ്പയർ ഒളിച്ചിരിക്കുന്ന കാര്യം അവരുടെ ലീഡറിനെ അറിയിച്ചു. അങ്ങനെ ആ സംഘത്തിൽ നിന്ന് 2 പേര് ആ വാമ്പയറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാർട്ടർ ഒരു റിപ്പയർമാനിന്റെ വേഷം ധരിച്ച് വീട്ടിലേക്ക് എത്തി. ഒരു വൃദ്ധയായിരുന്നു വാതിൽ തുറന്നത്. വീടിനകത്തേക്ക് ചെന്നപ്പോൾ വിചിത്രമായ പലരും വീട്ടുമുറ്റത്തിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവരോട് കുറച്ചുനേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വൃദ്ധയായിരിക്കും വാമ്പയർ എന്നവൻ ചിന്തിച്ചു. ഈ സമയം സംഘടനയിൽ നിന്നും അന്നയും അവിടെ എത്തിയിരുന്നു. അവർ ഇരുവരും കൂടി കാറുകൊണ്ട് വൃദ്ധയെ ഇടിപ്പിച്ച് എന്നിട്ട് ഗണ്ണ് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തി. വൃദ്ധയെ കാറിൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ ശക്തി ഉപയോഗിച്ച് കാർട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അവനെ ഉപയോഗിച്ച് കൈവിലങ്ങുകൾ അഴിപ്പിച്ചു. എന്നിട്ട് വവ്വാലായി മാറി പറന്നു രക്ഷപ്പെട്ടു. അന്ന വൃദ്ധയെ പിന്തുടരാൻ ശ്രമിച്ചു. കാർട്ടർ അവനെ അടിച്ചു വീഴ്ത്തി. കാർട്ടറിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവളുടെ പവർ യൂസ് ചെയ്തു. ഈ സമയം വവ്വാൽ അവളുടെ ഗൺ എറിഞ്ഞു കളഞ്ഞു. വൃദ്ധ ഈ സമയം കാർട്ടറിനെ കൊല്ലാനായിട്ട് നോക്കി. അപ്പോൾ അന്ന ഹോളി വാട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട് വൃദ്ധയുടെ ദേഹത്തേക്ക് ഒഴിച്ചു. അവർ ചാരമായി തീർന്നു. അങ്ങനെ അവർ വൃദ്ധയിൽ നിന്നും രക്ഷപ്പെട്ടു.